ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വീഡിയോ. സാംസങ്ങിന്റെ ഫോൺ ഉണ്ട്, OnePlus-ന്റെ ഉണ്ട്. അപ്പോൾ ഐക്യു ഇതൊക്കെ എവിടെ നിന്നാണ് വന്നത്? എല്ലാം പറയാം, എല്ലാ സ്മാർട്ട് ഫോൺസും പറയുന്നുണ്ട്. വെയിറ്റ് ചെയ്യുക, മൊത്തം കാണുക, ഒന്നും കൂടെ എടുക്കാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വീഡിയോ. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 30,000 റുപ്പീസിന് താഴെ വാങ്ങാവുന്ന 5 ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ് ആണ്. സോ സമയങ്ങളെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. അതിന് മുമ്പ് ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. പിന്നെ സൈഡിൽ ബെല്ലൈക്കണൊക്കെ പ്രസ് ചെയ്ത് ഓളൊക്കെ ഇടുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക. അപ്പോൾ കൂടുതൽ പറഞ്ഞ് പുറപ്പിക്കാൻ നമുക്ക് നേരെ വീഡിയോയിലോട്ട്. സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് മോട്ടോയുടേതാണ്, മോട്ടോ H50 Pro. സോ നിങ്ങളൊരു നല്ല പെർഫോമൻസും ഒരു കിടിലൻ ക്യാമറ ക്വാളിറ്റിയും ഒക്കെ വെച്ച് വരുന്ന ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ് മോട്ടോ H50 Pro. സോ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.7 ഇഞ്ചസിൻ്റെ 1.5K POLED കർവ്ഡ് ഡിസ്പ്ലേയാണ് വരുന്നത്. 144 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. 120 ഹെഡ്സ് അല്ല, 90 ഹെഡ്സ് അല്ല, 144 ഹെഡ്സ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ 2000 ഹെഡ്സിൻ്റെ ബിഗ് ബ്രെയിൻസ് ആണ് വരുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 7 Gen 3 ആണ്. സോ അത്യാവശ്യം ഒരു കിടിലം പെർഫോമൻസ് ഇവിടെ നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു കിടിലം പെർഫോമൻസ് ഇവിടെ നിങ്ങൾക്ക് കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് എടുത്തിരിക്കുന്നത്. പ്ലസ് 13 മെഗാ പിക്സൽ പ്ലസ് 10 മെഗാ പിക്സൽ എന്നുള്ള രീതിയിലാണ് ബാക്കി അറേഞ്ച്മെൻറ്റ്സ്. 50 മെഗാ പിക്സൽ തന്നെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഫ്രണ്ട് ക്യാമറ എന്നും ബാക്ക് ക്യാമറ എന്നും. ബാറ്ററിയിലേക്ക് വരുമ്പോൾ 4500 mAh ബാറ്ററിയാണ് വരുന്നത്. 125 വാട്ട്സിൻ്റെ ചാർജിങ് ആണ്. 50 വാട്ട്സിൻ്റെ വയർലെസ് ചാർജിങ്ങും ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് 114 വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ IP68 വരുന്നത്. പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെയാണ് വരുന്നത്. നമ്മുടെ ഡോൾബി അറ്റ്മോസിൻ്റെ UFS 2.2 കിട്ടുന്നുള്ളൂ. അത് കുഴപ്പമില്ലെങ്കിൽ കുഴപ്പമില്ല. പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 8+ 256GB റോം വേരിയൻറ്റ് 31,999 റുപ്പീസിനാണ് വരുന്നത്. സോ 32,000 റുപ്പീസിന് ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ പരിഗണിക്കാവുന്നതാണ്. ഒരു കിടിലം പെർഫോമൻസും നല്ലൊരു ക്യാമറ ക്വാളിറ്റിയൊക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. സോ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് പോക്കോയുടേതാണ്, പോക്കോ F6. സോ നിങ്ങളൊരു ബെസ്റ്റ് പെർഫോമൻസിന് ഒരു സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ, എസ്പെഷ്യലി ഗെയിമേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വാങ്ങാവുന്ന ഒരു ബെസ്റ്റ് സ്മാർട്ട് ഫോണാണ് നമ്മുടെ പോക്കോയുടെ F6. കിടിലൻ പെർഫോമൻസ് തരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. സോ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.67 ഇഞ്ചസിൻ്റെ 1.5K AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ 2400 ഹെഡ്സിൻ്റെ ബിഗ് ബ്രെയിൻസ് ആണ് വരുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 8S Gen 3 ആണ്. സോ ഒരു കിടിലൻ പെർഫോമൻസ് ഇവിടെ നിങ്ങൾക്ക് കിട്ടും. സോ നേരത്തെ പറഞ്ഞ പോലെ ഒരു നല്ല പെർഫോമൻസിൻ്റെ ഒരു സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ പരിഗണിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സലിൻ്റെ OIS സപ്പോർട്ടുള്ള മെയിൻ ക്യാമറയാണ് എടുത്തിരിക്കുന്നത്. പ്ലസ് 8 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ആംഗിളും 20 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റി ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 90 വാട്ട്സിൻ്റെ ടർബോ ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് 114 വരുന്നത്. ഒപ്റ്റിക്കൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ IP64 LPDDR5X plus UFS 4.0 ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ 8+ 256GB റോം വേരിയൻറ്റ് 26,999 റുപ്പീസിനാണ് വരുന്നത്. സോ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. സോ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് OnePlus-ൻ്റെതാണ്. ഒരു മെറ്റൽ ഫോണാണ്, നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. OnePlus Nord 4 അത്യാവശ്യം ഒരു കിടിലൻ പെർഫോമൻസും നല്ലൊരു ക്യാമറ ക്വാളിറ്റി ഒക്കെ വെച്ച് വരുന്ന ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ്. സോ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.74 ഇഞ്ചസിൻ്റെ 1.5K AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെഡ്സിൻ്റെ ഡൈനാമിക് റിഫ്രഷ് റേറ്റ് ആണ് കിട്ടുന്നത്. 1100 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. HDR10+ ഒക്കെ സപ്പോർട്ട് ഉണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 7+ Gen 3 ആണ്. സോ അത്യാവശ്യം ഒരു കിടിലൻ പെർഫോമൻസ് ഇവിടെ നിങ്ങൾക്ക് കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സലിൻ്റെ OIS സപ്പോർട്ടുള്ള മെയിൻ ക്യാമറയാണ് എടുത്തിരിക്കുന്നത്. പ്ലസ് 8 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡും പിന്നെ 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിലും കിട്ടും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 100 വാട്ട്സിൻ്റെ ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് 114 വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, LPDDR5X plus UFS 4.0 ഇവിടെയും കിട്ടുന്നുണ്ട്. സോ ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ്. ഒരു കിടിലം പെർഫോമൻസും ഒരു കിടിലം ക്യാമറ ക്വാളിറ്റിയൊക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 8+ 128GB റോം വേരിയൻറ്റ് 27,999 റുപ്പീസിനാണ് വരുന്നത്. സോ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. ഒരു നല്ല ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ നോക്കുന്നവർക്ക് നോക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെതാണ്. സാംസങ് ഗാലക്സി S23 FE ഫാൻസ് എഡിഷൻ ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ബെസ്റ്റ് പ്രീമിയം ഫീൽ ചെയ്യുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അത്യാവശ്യം ഒരു ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ്. ഒരു കിടിലൻ ഗെയിമിങ്ങിനൊന്നും നോക്കാതിരിക്കുന്നതാണ് നല്ലത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗെയിമിംഗ് ഒക്കെ കളിച്ച് പോകും. പിന്നെ ഒരു നല്ല ക്യാമറ ക്വാളിറ്റി ഒക്കെ ഇവിടെ നിങ്ങൾക്ക് കിട്ടും. സോ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെയും സ്പെസിഫിക്കേഷൻസിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.4 ഇഞ്ചസിൻ്റെ ഫുൾ HD പ്ലസ് ഡൈനാമിക് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ Exynosൻ്റെ 2200 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗെയിമിങ്ങിനൊക്കെ ഉപയോഗിക്കാം. നല്ല ഹെവി ഗെയിമിങ്ങിനൊക്കെ നോക്കുകയാണെങ്കിൽ വേറെ സ്മാർട്ട് ഫോൺ നോക്കുന്നതായിരിക്കും നല്ലത്. ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് എടുത്തിരിക്കുന്നത്. പ്ലസ് 12 മെഗാ പിക്സൽ പ്ലസ് 8 മെഗാ പിക്സൽ എന്നുള്ള രീതിയിലാണ് ബാക്കി അറേഞ്ച്മെൻറ്റ്സ്. 10 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് 8K വീഡിയോസ് 24 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. 4K അല്ല, 8K വീഡിയോസ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് 24 FPS. ഔട്ട് ഓഫ് ദ ബോക്സ് 113 വരുന്നത്. ബാറ്ററിയിലേക്ക് വരുമ്പോൾ 4500 mAh ബാറ്ററിയാണ്. 25 വാട്ട്സിൻ്റെ ചാർജിങ് ആണ്.
IP68 വരുന്നത്, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസിലേക്ക് വരുമ്പോൾ 8+ 128GB ROM വേരിയൻറ്റ് 34,000 rupees-നാണ് വരുന്നത്. സോ 34,000 rupees-ന് ഒരു നല്ല ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ പരിഗണിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കിടിലം ഗെയിമിങ്ങിനൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് വിവോയുടേതാണ്, വിവോ T3 Ultra. അപ്പോൾ എല്ലാവരും ചോദിക്കില്ലേ വിവോ നല്ലൊരു സ്മാർട്ട് ഫോൺ വിവോയുടേതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഒരു നല്ല സ്മാർട്ട് ഫോൺ, വിവോ T3 Ultra. ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ്. ഒരു കിടിലം പെർഫോമൻസും നല്ലൊരു ക്യാമറ ക്വാളിറ്റി ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.78 ഇഞ്ചസിൻ്റെ 1.5K 3D കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ആണ്. 4500 nits പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ MediaTekന്റെ Dimensity 9200+ ആണ്. സോ അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസ് ഒക്കെ ഇവിടെ നിങ്ങൾക്ക് കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 MP മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. OIS-ന്റെ ഒക്കെ സപ്പോർട്ട് ഉണ്ട്. പിന്നെ 50 MP തന്നെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും, ഫ്രണ്ട് ക്യാമറ എന്നും ബാക്ക് ക്യാമറ എന്നും. സോ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബെസ്റ്റ് ക്യാമറ ക്വാളിറ്റിക്കൊക്കെ വേണമെങ്കിൽ നോക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5500 mAh ബാറ്ററിയാണ് വരുന്നത്. 80 watts ചാർജിംഗ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് 114 വരുന്നത്. ഒപ്റ്റിക്കൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ IP68 വരുന്നത്. പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 8+ 128GB ROM വേരിയന്റ് 31,999 rupees-നാണ് വരുന്നത്. സോ 32,000 rupees-ന് ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ, വിവോയുടെ ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ പരിഗണിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അത്യാവശ്യം നല്ല പെർഫോമൻസും കിടിലം ക്യാമറ ക്വാളിറ്റിയൊക്കെയാണ് വരുന്നത്. എനിക്ക് പറയാനുള്ളത് ഒരു 5,000 rupees കൂടെയൊക്കെ എക്സ്ട്രാ ആയിട്ട് നമ്മുടെ iQന്റെ Neo 9 Pro എടുക്കുന്നതായിരിക്കും ഒരു നല്ല ഡിസിഷൻ. സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 2 ആണ് വരുന്നത്. സോ ഒരു കിടിലം പെർഫോമൻസ് അവിടെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ അവിടെ നിങ്ങൾക്ക് 8K വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ 30,000 rupees-ന് നോക്കുന്നവർ 35,000 rupees-ലേക്ക് ബഡ്ജറ്റ് മാറ്റിയിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ നമ്മുടെ iQന്റെ Neo 9 Pro എടുക്കുന്നതായിരിക്കും ഒരു നല്ല ഡിസിഷൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എടുക്കാം, പറഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെയാണ് 30,000 rupees-ന് താഴെ വാങ്ങാവുന്ന 5 ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ് ഇൻ മൈ ഒപ്പീനിയൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതുപോലെ മറ്റു വീഡിയോയിൽ കാണും വരെ ബൈ.